സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് തിയറീസിനെ കുറിച്ചിട്ടാണ്. സോ ഡിവിഡൻഡ് തിയറിയിലെ വോൾട്ടേഴ്സ് അപ്രോച്ചിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുക. സോ നമ്മളോട് ജാനുവരി 2024 നമ്മളോട് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടി കണ്ടു നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ് അക്കോർഡിംഗ് ടു വോൾട്ടേഴ്സ് മോഡൽ ഫോർ ഡിവിഡൻഡ് പോളിസി. അപ്പം ഇതും ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ പോയിന്റ്സുകൾ അല്ലെങ്കിൽ അസംഷൻസുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഇതെല്ലാം ആക്ച്വലി അസംഷൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു തന്നിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ തിയറീസ് ഒക്കെ പഠിക്കുമ്പോൾ, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി ആയിക്കോട്ടെ, ഡിവിഡൻഡ് തിയറി ആയിക്കോട്ടെ, ഇങ്ങനത്തെ തിയറീസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ചോദിക്കാവുന്ന ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ അസംഷൻസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ധാരാളം അസംഷൻസ് പഠിക്കാനുണ്ട്. അതായത് ഓരോ തിയറീസിലും നമ്മൾ അസംഷൻസ് പഠിക്കുന്നുണ്ട്. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്നതിൻ്റെ അസംഷൻ ആണ് എന്ന് പറഞ്ഞ് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോമ്പിനേഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. നമ്മൾ മറ്റൊരിടത്ത് പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ വരാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പഠിക്കുമ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു അസംഷൻ പഠിക്കുമ്പോൾ ഇത് വോൾട്ടേഴ്സിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള അസംഷൻ ഏതാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അസംഷൻ ഏതാണെന്ന് നമുക്ക് എന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വോൾട്ടേഴ്സിൻ്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറയുന്നതിൽ നിന്ന് എങ്ങനെ ഗോർഡൻ്റെ അപ്രോച്ചുകളും അല്ലെങ്കിൽ ഈ പറയുന്ന തിയറീസിൽ നിന്ന് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ടുന്ന കാര്യം നമ്മൾ പഠിക്കാതെ കുറേ കാര്യങ്ങൾ മറ്റു പലത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എക്സാമിന് അതിൽ നിന്നൊരു ഉപയോഗം കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് എടുത്തു വെച്ച് പഠിക്കുന്നതിലും നമുക്ക് ഗുണം ചെയ്യുന്നത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബേസിസിൽ തന്നെയാണ് ആപ്പിൾ ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ക്ലാസ്സസ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ടോപ്പിക്സുകളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് പഠിക്കാൻ തരുന്ന പ്ലാറ്റ്ഫോമാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അവിടെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസുകൾ, നോട്ട്സുകൾ, PPTs, അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മളത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ളൊരു എഫക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പലരും പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ടൈം ബേസിൽ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പം LMS നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈം ബേസ്ഡ് ടെസ്റ്റുകൾ കാണും. അപ്പം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ടൈമിനനുസരിച്ച് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്കൊരു ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നറിയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ആൻസർ ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മുടെ പഠനം എത്രത്തോളം നന്നായി എന്നുള്ളതും ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളതും ഒക്കെ പഠിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ബി അക്കാഡമിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. എനിവേ നമുക്ക് അപ്രോച്ചിലേക്ക് കടക്കാം. തിയറി ഓഫ് റിലവൻസ്. So the dividend decisions considerably affect the value of the firm. അപ്പം തിയറി ഓഫ് റിലവൻസിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് ഡിവിഡൻറ്റ് തിയറീസിൽ പറയുന്നത്. അപ്പോൾ ഈ റിലവൻസ് കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് മിറൻ ഗോർഡൻ, ജോൺ ലിഞ്ചർ, ജെയിംസ് വാൾട്ടർ, റിച്ചാർഡ്സൺ ഒക്കെ. ആൻഡ് നമ്മളിതിൽ സ്പെസിഫിക്കലി പഠിക്കേണ്ടുന്ന 2 റിലവൻസ് കോൺസെപ്റ്റുകളാണ് വോൾട്ടേഴ്സ് അപ്രോച്ചും ഗോർഡൻ അപ്രോച്ചും.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന വോൾട്ടേഴ്സ് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. സോ വോൾട്ടേഴ്സ് അപ്രോച്ചിൽ പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് റിലവൻ്റ് ആണ്. അതായത് ഡിവിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഫേമിൻ്റെ വാല്യൂവിനെ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെ എഫക്റ്റിൽ വരുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെയിൻലി പഠിക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ആറെന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു റിക്വയർഡ് റിട്ടേൺ. അപ്പോൾ ആറെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലെറ്റർ ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടിയെന്നും കെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. അപ്പോൾ ശരിക്കും നമുക്ക് എത്ര കിട്ടി, എത്ര കിട്ടണമായിരുന്നു അല്ലേ, ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന തിയറീസുകളിൽ ഡിസിഷൻ എടുക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ ആണ് ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ. ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്താ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നമുക്ക് കിട്ടുകയാണ്. ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചു ഒരു 10% റിട്ടേൺ എങ്കിലും എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ ആ സിറ്റുവേഷനാണ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഫേമിനെ കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഫേം ആയിട്ടാണ്. കാരണം ഇതിന് ഇനിയും വളർച്ചയുണ്ട്. നിങ്ങൾ ഇവിടെ ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇതിനിയും വളരും. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ സാഹചര്യത്തിൽ വോൾട്ടേഴ്സ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ, നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ എന്താണ്, ഒപ്റ്റിമം പേ ഔട്ട് എന്ന് പറയുന്നത് 0% ആക്കണം. അതായത് നമ്മൾ ഫുൾ എമൗണ്ടും നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയോ അത് മുഴുവനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ബിസിനസ്സിലേക്ക് റീറ്റെയിൻ ചെയ്യണം. ഒരു എമൗണ്ട് പോലും അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് പോലും നിങ്ങൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾ ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്തിയാൽ നിങ്ങൾക്ക് ഇനിയും റിട്ടേൺ കിട്ടും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുൾ എമൗണ്ട് റീറ്റെയിൻ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ആൻഡ് 0% ആയിരിക്കണം നിങ്ങളുടെ പേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫേം ഷുഡ് റീറ്റെയിൻ ഏർണിങ്സ്. ദിസ് വുഡ് മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദ ഷെയർസ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, നിങ്ങളുടെ ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇംപ്രൂവ് ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സിറ്റുവേഷനിലേക്ക് നോക്കിക്കേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇഫ് ആർ ഇസ് ലെസ് ദാൻ കെ, നിങ്ങൾ പ്രതീക്ഷിച്ച അത്രത്തോളം റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന സാഹചര്യമാണ് ആർ ഇസ് ലെസ് ദാൻ കെ. നിങ്ങൾ 10% റിട്ടേൺ പ്രതീക്ഷിച്ചു, 8% കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും കിട്ടാത്ത സാഹചര്യം, ആ ഒരു ഫേമിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഡിക്ലൈനിങ് ഫേം എന്ന് വിളിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഫേം എന്താ ചെയ്യേണ്ടത്, ഇവർ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഫുൾ എമൗണ്ടും ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 100% ആയിരിക്കും. ഫുൾ എമൗണ്ടും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും, ഫേമിൻ്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് അവർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ആർ ഇസ് ലെസ് ദാൻ കെ നമ്മൾ പറഞ്ഞു, ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ പറഞ്ഞു. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ അതാണ് ഗ്രോത്ത് ഫേംസ്. അവിടെ നിങ്ങളുടെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 0% ആണ്. ആർ ഇസ് ലെസ് ദാൻ കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിക്ലൈനിങ് ഫേം ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ആൻഡ് അവിടുത്തെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 100% ആണ്. ആൻഡ് ഫൈനലി ഇഫ് ആർ ഈസ് ഈക്വൽ ടു കെ, നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര തന്നെ നിങ്ങൾക്ക് കിട്ടി. 10% പ്രതീക്ഷിച്ചു, 10% കിട്ടി. അതിനെയാണ് നമ്മൾ ഈ ആർ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന സിറ്റുവേഷൻ പറയുന്നത്. ആൻഡ് ഈ തരത്തിലുള്ള ഫേമുകളെ നമ്മൾ നോർമൽ ഫേം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇവിടെ വോൾട്ടേഴ്സ് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ആർ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഫേം ഇരിക്കുന്നതെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾ എടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷന് പ്രത്യേകിച്ച് റിലവൻസ് ഇല്ല. അതായത് ഡിവിഡൻഡ് കൂടുതൽ കൊടുത്താലും കുറച്ച് കൊടുത്താലും ഒന്നും ഫേമിനെ അത് കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ ആർ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന സിറ്റുവേഷൻ സംവാട്ട് സിമിലർ ടു ഇറലവൻ്റ് അപ്രോച്ച്. കാരണം ഡിവിഡൻറ്റിന് ഇവിടെ ഒരു റിലവൻസ് ഇല്ല. ആ സാഹചര്യമാണ് ഇവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. നോ ഒപ്റ്റിമം പേ ഔട്ട് ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം വുഡ് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ഡിവിഡൻഡ് റേറ്റ്. ബിക്കോസ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഇറലവൻസ് ആണ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഒരു ഇറലവൻ്റ് അപ്രോച്ച് ആണ് വരുന്നതെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഇനി നമുക്ക് അസംഷനിലേക്ക് വരാം. ഈ തിയറി ഒക്കെ ഫോം ചെയ്യുന്നത് അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് എന്തൊക്കെയാണ് ഇതിൻ്റെ അസംഷൻ നോക്കിക്കേ. ഒന്ന്, ഫേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് യൂസ് ചെയ്തിട്ട് മാത്രമാണ്. മറ്റൊരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടും അവരുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതാണ് ഒന്നാമത്തെ അസംഷൻ. ഇനി ആർ ആൻഡ് കെ നിങ്ങൾ ആദ്യം മെൻഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യം സ്പെസിഫൈ ചെയ്യുമ്പോൾ ആറും കെയും എത്രയാണോ അത് അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരും. അതിന് മാറ്റം വരില്ല എന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഏർണിങ്സും ഡിവിഡൻഡിലും മാറ്റം വരത്തില്ല. ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതിലും ചേഞ്ച് വരത്തില്ല. ദാറ്റ് ഈസ് EPS ആൻഡ് BPS ചേഞ്ച് ചെയ്യാതെ സെയിം ആയിട്ട് നിൽക്കും. ഇനി ഫേമിൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് പീരീഡ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ലോങ് ലൈഫ് ഫേമിനുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഗോർഡൻ പഠിക്കുമ്പോഴും ഗോർഡൻ്റെ അസംഷൻസും പഠിക്കണം. ഗോർഡനിലും ഇതുപോലെ തന്നെ 3 സിറ്റുവേഷൻ ആണുള്ളത്. ഒരൊറ്റ സിറ്റുവേഷനിൽ ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ. ബാക്കി എക്സാക്ട്ലി വോൾട്ടേഴ്സ് പോലെ തന്നെയാണ്
ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വോൾട്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഗോർഡൻ പഠിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഈ 2024 ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. സോ നിങ്ങളിതിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ദ ഫേം ഹാസ് വെരി ലോങ് ലൈഫ്. ഫേമിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അത് ഓൾറെഡി നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത പോയിന്റ് ആണ്. സോ 1 എന്ന് പറയുന്ന ഓപ്ഷൻ ആക്ച്വലി ട്രൂ ആണ്. സോ 1 ട്രൂ ആണെന്ന് പറയുന്ന എത്ര സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്? ബിയും ഡിയും മാത്രമാണ് 1 ട്രൂ എന്ന് പറയുന്നത്. എയിലും സിയിലും എ ഫോൾസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബേസിൽ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ എയും അല്ല ആൻസർ, ഓപ്ഷൻ സിയും അല്ല ആൻസർ. സോ ഐദർ ഇറ്റ് ക്യാൻ ബി ബി ഓർ ഡി. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏർണിങ്സ് ആൻഡ് ഡിവിഡൻഡ് ഡു നോട്ട് ചേഞ്ച് വൈൽ ഡിറ്റർമിനിങ് വാല്യൂ. യെസ്, അതും ശരിയാണ് അല്ലേ. EPS ഉം DPS ഉം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്. അപ്പം ഈ 2 ഓപ്ഷനിൽ നോക്കിയാലും 1 and 2 ആർ ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊന്നുമില്ല. വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഫേം ആർ കോൺസ്റ്റന്റ്. ആറും കെയും കോൺസ്റ്റന്റ് ആണ്. യെസ്, അതും അസംഷൻ തന്നെയാണ്. അപ്പം 3ഉം ശരിയാണ് അല്ലേ. അപ്പം നോക്കിക്കേ, 3 എന്ന് പറയുന്നത് ശരിയാണെന്നാണ് പറയുന്നത് അല്ലേ. നമ്മളപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഈ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 1ഉം 2ഉം ട്രൂ എന്നേ പറയുന്നുള്ളൂ. 3 and 4 ആർ ഫോൾസ് എന്നാണ് പറയുന്നത്. അപ്പം 3 ഫോൾസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി. 1, 2, 3 and 4 ആർ കറക്റ്റ് അല്ലേ. അപ്പം നമുക്ക് തന്നിരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വോൾട്ടേഴ്സിൻ്റെ അസംഷൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ ഡി. 1, 2 and 3 ആർ ട്രൂ. ഓക്കെ, അപ്പം നമ്മൾ വോൾട്ടേഴ്സ് അപ്രോച്ചിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്ത്. ദെൻ വോൾട്ടേഴ്സ് അപ്രോച്ചിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഗോർഡൻസ് അപ്രോച്ചും പഠിക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ഇറലവൻറ്റ് അപ്രോച്ചുകളും പഠിക്കുക. അവിടെ നമുക്ക് MM അപ്രോച്ചിലും അസംഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിനൊരു ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ഗോർഡനിൽ നിന്നായിരിക്കാം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായി പഠിച്ച് ഇതിനനുസരിച്ച് ബാക്കിയുള്ള അപ്രോച്ചസ് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.